കൂട്ടുകാരെ എല്ലാവരും വരൂ. രാവിലത്തെ കാപ്പിക്ക് ഇന്നെന്താ ഭക്ഷണം എന്താണെന്ന് അറിയണ്ടേ? നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദോശക്കല്ല് ഇളവില്ലാന്നോ ദോശ കിട്ടും ഇളവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ഒരു മുട്ട എടുക്കുക. നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഈ ദോശക്കല്ലോട്ട് ഇങ്ങനെ വെട്ടി അതിനെ ഒന്ന് കിണ്ടി എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതെല്ലായിടത്തും ഒന്നാക്കണം. അപ്പോൾ ദോശ ഇടും നല്ലതായിട്ട് ഇളകി വരും. ഇതാ നമുക്കൊന്ന് കിണ്ടി എടുക്കാം. ഇതാ കണ്ട കണ്ട ഇങ്ങനെ നമ്മൾ കിണ്ടി എടുത്തിട്ട് അതിന് നമ്മൾ മാവ് വീട്ടി ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് ദോശക്കല്ലിൽ നിന്ന് ഇളകി വരും. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ദോശ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതാ നമുക്കിത് ഇതിലോട്ടൊന്ന് മാറ്റാം. ഇതിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എണ്ണ തേച്ച് കൊടുക്കാം. ഇത് എന്താണെന്നറിയാം? ഇതാണ് എൻ്റെ എണ്ണത്തുണി. കണ്ടല്ലോ, നമുക്ക് തേക്കാം. സാധാരണ ഇതിൽ എണ്ണ തേക്കേണ്ടിയില്ല, പക്ഷേ ഇതിൽ എണ്ണ തേക്കണം. തേച്ചാലേ അത് ഇളകി വരത്തുള്ളൂ. നമുക്ക് നോക്കാം ഇളകി വരുമെന്നറിയണ്ടേ. എല്ലാവരും ചായ കുടിച്ചാ? നമുക്ക് ചൂട് ചായ കുടിക്കാം. ഇതാ ചൂട് ചായ, നല്ല ചൂട് ദോശ ഒക്കെ കഴിക്കാം. പിന്നെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറിയാണ് മീൻ. അതുപോലെ നല്ല ക്യാരറ്റ് പിഴുക്ക് ഇന്നത്തെ ഉച്ചയൂണിനുള്ളതാണ്. അതുപോലെ ചോറ് ഇതിനകത്താണ് അടച്ചു വയ്ക്കണം. അല്ല അപ്പം നല്ല ചൂടോടെ ഇരിക്കുന്ന കണ്ട നല്ല ചൂട് കിട്ടും. നമുക്ക് ഇച്ചിരി ചോറ് എടുക്കുമ്പോൾ നല്ല കഴിക്കാൻ സമയത്ത് നല്ല ചൂടായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ? നോക്കാം ഇള പോകുന്നല്ലേ. ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. ഇതാക്കണ്ട നമുക്ക് നല്ല ഇതായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ട എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒന്ന് ഇളക്കി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒന്നും കൂടെ വന്നോട്ടെ. ഇന്നത്തെ കാപ്പിയാണ്. ഇന്നത്തെ കാപ്പിക്ക് ദോശയുണ്ട്. അടുത്തിന് ഉഴുന്ന് പൊടി ചമ്മന്തി നമുക്ക് ഒന്ന് ചെയ്യാം. ചമ്മന്തിക്ക് കാപ്പി കൊടുത്തോട്ടെ. കണ്ട ഇത് ഉഴുന്ന് പൊടിയാണ്. ഉഴുന്ന് പൊടി ചമ്മന്തി. ഇതിനെന്ത് ചെയ്യണം? കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ എണ്ണ വീത്തണം. സ്പൂൺ എടുത്തോട്ടെ. അതിൽ കുറച്ച് എണ്ണ വീത്തി എന്ത് ചെയ്യണം? ഇതാകണ്ട നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കണം. ദോശയുടെ കറിയാണ്. വേണ്ട ചമ്മന്തിയായി. ഇനി ദോശയിൽ എടുക്കാം. കണ്ട നല്ല ഇതായിട്ട് ഇളകി വരും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.